ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഇടതുമുന്നണിയിലെ വിവിധ കോണുകളിൽ നിന്ന് കനത്ത വിമർശനമാണ് പിണറായി വിജയന് ഏൽക്കേണ്ടി വരുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയെ വിമർശിച്ച് വിവിധ ജില്ലാ കമ്മിറ്റികളും നേതാക്കളും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ജി സുധാകരൻ മുതൽ മുതിർന്ന നേതാവ് തോമസ് ഐസക് വരെയുള്ള നേതാക്കൾ തുറന്നടിക്കുകയും ചെയ്തിട്ടുണ്ട്. തോൽവിയിൽ വിമർശനമുന്നയിച്ച് തോമസ് ഐസക് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് ഏറെ ചർച്ചയായിരുന്നു. അഹങ്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയുമുള്ള പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതായാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇത് വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയനിലേക്കാണെന്ന ചർച്ചയും ഉടലെടുത്തിരുന്നു. പോസ്റ്റിന് പിന്നാലെ ഐസക്കിനെതിരെ പാർട്ടി നടപടിക്കൊരുങ്ങുകയാണെന്നുള്ള വാർത്തകളും പുറത്തുവന്നതാണ്. ജനങ്ങളുമായുള്ള ജീവൽബന്ധം വളരെയേറെ ദുർബലപ്പെട്ടു കഴിഞ്ഞു. വീഴ്ച സംഘടനാപരമാണ്. വിശ്വാസ്യതയ്ക്ക് ഇടിവ് തട്ടിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി. തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും എതിർത്തരംഗമുണ്ടെന്ന് മനസ്സിലാക്കുവാനായിട്ടില്ല. LDF വോട്ടർമാരെന്ന് കരുതിയ ഒരു വലിയ വിഭാഗം UDFനും BJPക്കും വോട്ട് ചെയ്തുവെന്നതാണ് തിരഞ്ഞെടുപ്പ് പരാജയം കാണിക്കുന്നതെന്നും അദ്ദേഹം കുറിച്ചിരുന്നു. മാത്രമല്ല, സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ പാർട്ടിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ദുർബലപ്പെടുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില പ്രദേശങ്ങളിൽ ഇടതുപക്ഷത്തിന് BJPയിലേക്ക് മാറിയ വോട്ടർമാർ ഒരു പോക്കുപോയി എന്ന നിഗമനത്തിൽ എത്തുന്നതിൽ പരം വിഡ്ഢിത്തം വേറെയുണ്ടാവില്ലെന്നും തോമസ് ഐസക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിമർശനവുമായി മുതിർന്ന PB അംഗം MA ബേബി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. തിരുത്തലുകൾ വാക്കിലും പ്രവൃത്തിയിലും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ വേണമെന്ന MA ബേബി വിമർശിക്കുന്നു. ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശോഷിച്ച സാന്നിധ്യമാണ് ഇപ്പോൾ നമ്മുടെ പാർലമെന്റിലുള്ളത്. ഒരു പരിധിവരെ അഭിമാനകരമായ അംഗബലമുണ്ടായിരുന്നിടത്തു നിന്നാണ് നിരാശ പരത്തുന്ന ഈ അവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷവും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നതെന്നും ബേബി പറയുന്നുണ്ട്. പച്ചക്കുതിര മാസികയിൽ എഴുതിയ ലേഖനത്തിലാണ് ബേബിയുടെ തുറന്നു പറച്ചിൽ. CPM സ്വാധീനത്തിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും കേരളത്തിൽ പോലും BJP വോട്ട് ചോർത്തുന്നുവെന്ന് ഉത്കണ്ഠാജനകമാണെന്നും ബേബി വ്യക്തമാക്കുന്നു. ഈ സ്ഥിതിവിശേഷം എങ്ങനെ രൂപപ്പെട്ടു എന്ന് അത്യസാധാരണമായ ഉൾക്കാഴ്ചയോടെ മനസ്സിലാക്കി ആവശ്യമായ തിരുത്തലുകൾ ക്ഷമാപൂർവ്വം കൈക്കൊള്ളാതെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന പിന്നോട്ടടിക്കലുകൾ മാത്രമല്ല പരിശോധന വിധേയമാക്കേണ്ടത്. വ്യത്യസ്ത തോതിൽ ഇടതുപക്ഷ സ്വാധീന മേഖലകളിൽ ബഹുജന സ്വാധീനത്തിലും പ്രതികരണശേഷിയിലും ആഘാതശക്തിയിലും ചോർച്ചയും ഇടിവും സംഭവിക്കുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയ ഘടകങ്ങളും സംഘടനാപരമായ കാരണങ്ങളും ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ബഹുജനങ്ങളുമായി ഇടപെടുമ്പോൾ സംഭവിക്കുന്ന വാക്കും പ്രവൃത്തിയും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടാവാം. ഇവയൊക്കെ CPMൻ്റെ സമ്മേളന രേഖകളിലും സംഘടനാ പ്ലീനങ്ങളുടെ റിപ്പോർട്ടുകളിലും ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ള തെറ്റുതിരുത്തലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അവ പ്രാവർത്തികമാക്കുന്നതിലും തിരുത്തലുകൾ വരുത്തുന്നതിലും ഒട്ടേറെ മുന്നോട്ടു പോകുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും കാര്യമായ തിരുത്തലുകൾ വരുത്തേണ്ട തലങ്ങൾ ബാക്കിയാണ്. തെറ്റുതിരുത്തൽ തുടർ പ്രക്രിയയാണെന്നതും സദാ ഓർമ്മിക്കേണ്ടതാണ്. ജനങ്ങൾക്ക് ബോധ്യമാകും വിധം സത്യസന്ധവും നിർഭയവും ഉള്ളുതുറന്നതുമായ സ്വയം വിമർശനത്തിലൂടെ മാത്രമേ വാക്കിലും പ്രവൃത്തിയിലും അനുഭവഭേദ്യമാവുന്ന തിരുത്തലുകളിലൂടെ മാത്രമേ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട ബഹുജന സ്വാധീനം വീണ്ടെടുക്കാനാവൂ. അവിടെ നിന്ന് വീണ്ടും വളരെ മുന്നോട്ട് സഞ്ചരിക്കാനുമുണ്ടെന്നും ബേബി ലേഖനത്തിൽ കുറിക്കുന്നുണ്ട്. ഈ ചുമതലകൾ നിർവഹിക്കുമ്പോൾ ഇടതുപക്ഷത്തിനും അതിൻ്റെ നേതൃത്വത്തിനുമെതിരെ ബോധപൂർവം അപവാദ പ്രചാരണങ്ങൾ നടത്തുവാൻ വലതുപക്ഷ ശക്തികളും നിക്ഷിപ്ത താൽപ്പര്യങ്ങളും സ്വാഭാവികമായും ശ്രമിക്കും. ഇപ്പോൾ സംഭവിച്ച ഒരു പരിധിവരെ അനർഹമായ തിരിച്ചടികൾ ഇത്തരം മര്യാദാരഹിതമായ അപവാദ പ്രചരണങ്ങളും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിനെ തിരിച്ചറിയുവാനും തുറന്നു കാട്ടുവാനും നിസ്സംശയമായും കഴിയണം. അതിൻ്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷത്തിനും യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന വീഴ്ചകളും തെറ്റുകളും നിർവ്യാജം തിരുത്തുന്നതിൽ ഒട്ടും സങ്കോചമോ വിസമ്മതമോ ഉണ്ടാകാൻ പാടില്ലെന്നുകൂടിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഉൾപാർട്ടി ചർച്ചകളിലൂടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് തിരുത്തുവാനുള്ള കർത്തവ്യത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷത്തിനും ഒരിക്കലും ഒഴിഞ്ഞു മാറാനാവില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറിയാൽ അത് അത്യന്തം വിനാശകരവും അപവാദ പ്രചരണങ്ങളെ അവഗണിക്കാതെ മറുപടി പറയുകയും തുറന്നു കാട്ടുകയും വേണം. മാത്രമല്ല, ഇടതുപക്ഷം യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ട ദൗർബല്യങ്ങളെയും തെറ്റുകളും സൂക്ഷ്മമായി കണ്ടെത്തി തിരുത്തിയില്ലെങ്കിൽ ആഹ്ലാദിക്കുക പ്രതിലോമ ശക്തികളും അവരുടെ കൂട്ടാളികളായ ഒരു വിഭാഗം അധമ മാധ്യമങ്ങളുമാണ്. എല്ലാ വിഭാഗം ജനങ്ങളുമായും കൂടുതൽ ദൃഢമായ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും ശ്രദ്ധിക്കണം. ജനങ്ങളിൽ നിന്ന് പഠിച്ച് ജനങ്ങളെ പഠിപ്പിക്കുക എന്ന സമീപനം അനുഭവവേദ്യമാക്കിയാലേ ഇന്നത്തെ അവസ്ഥ തിരുത്തുവാനാവുകയുള്ളൂ. ജനങ്ങളോട് സംസാരിക്കുന്നത് പോലെ പ്രധാനമാണ് അവർക്ക് പറയാനുള്ളത് ക്ഷമാപൂർവ്വം കേൾക്കുകയും ചെയ്യുകയും എന്നതും ബേബി വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ തോൽവിയിൽ CPIയും കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം SFIയെ വിമർശിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് നാദാപുരത്തു നിന്നും ഭീഷണിയും വന്നിട്ടുണ്ട്. സംസ്ഥാന എക്സിക്യൂട്ടീവിലും രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ അടിസ്ഥാന വോട്ടുകളിൽ വലിയ ചോർച്ച നടന്നിട്ടുണ്ടെന്ന വിലയിരുത്തലാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് നടത്തിയിരിക്കുന്നത്. പരമ്പരാഗത ഈഴവ വോട്ടുകൾ നഷ്ടമായി. നായർ ക്രൈസ്തവ വോട്ട് വിഹിതത്തിലും വലിയ രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. സമുദായങ്ങൾക്കിടയിൽ ഉയർന്നു വന്ന അതൃപ്തി തിരിച്ചറിയാനോ പരിഹരിക്കാനോ പാർട്ടിക്കും മുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ലെന്നും CPI വിലയിരുത്തുന്നുണ്ട്. ഇതുകൂടാതെ പിണറായി സർക്കാരിന്റെ എതിരായുള്ള കടുത്ത ഭരണവിരുദ്ധ വികാരവും തോൽവിക്ക് കാരണമാണെന്ന് CPI എക്സിക്യൂട്ടീവിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ അടക്കം കടുത്ത വിമർശനം ജില്ലാതല നേതൃയോഗങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമേ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റിലും തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. ഇതേ തുടർന്ന് ബിനോയ് വിശ്വം അടക്കമുള്ള CPI നേതാക്കൾ രൂക്ഷ വിമർശനമാണ് CPM ശൈലിക്കെതിരെ നടത്തുന്നത്. ശൈലി മാറ്റേണ്ടതുണ്ട് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. അതിനിടെ ഉയർന്നു വന്ന PSC കോഴ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണവും ചർച്ചയായിട്ടുണ്ട്. നാട്ടിൽ പലവിധ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും അതിനെതിരെ സ്വാഭാവിക നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് നിയമസഭയിൽ നൽകിയ മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട്. PSCയെ അപകീർത്തിപ്പെടുത്താൻ ഒട്ടേറെ ശ്രമങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട്. PSC അംഗങ്ങളെ നിയമിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടല്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. കോഴിക്കോട്ടെ കോഴ വിവാദം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ എന്നായിരുന്നു N. ഷംസുദ്ദീന്റെ ചോദ്യം. ഭരണഘടനാ ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഫലപ്രദമായി മുന്നോട്ടു പോകുന്ന ഏജൻസിയാണ് കേരളത്തിൽ PSC എന്നും അതിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്നും നിർഭാഗ്യകരമാണിതെന്നും മുഖ്യമന്ത്രി പറയുന്നു. PSC അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിനോ നിയമിക്കുന്നതിനോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണെന്ന് ആർക്കും പറയാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്.